ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പൂവാറിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂവാറിൽ ഉള്ള ബോട്ടിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലീല ഹോട്ടലിലാണ് ഞങ്ങൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ബോട്ടിംഗ് മാത്രമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം നമുക്കൊന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഹോട്ടലൊന്ന് ബുക്ക് ചെയ്തത്. നമ്മൾ ശരിക്കും ഇവിടെ വന്നപ്പോഴേക്കും ഇവർ പറഞ്ഞത് 2 മണിക്കൂർ ബോട്ടിങ്ങിന് 4500 രൂപയായിരുന്നു ഇവരുടെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് തരാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ബോട്ട് അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ പറഞ്ഞത് തരാൻ പറ്റുമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ കുറച്ച് സമയം, അതായത് ഒരു 1 അവർ രാവിലെയും വൈകുന്നേരത്തെ ഒരു 1 അവറും കൂടി തരാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയിലുള്ള സമയത്ത് വന്നിട്ട് റൂമിൽ റെസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെയാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ റൂം അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആ ഒരു റേറ്റിന് വർത്താണെന്നേ പറയാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂമായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ വാർഡ്രോബും പിന്നെ TV യും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബാത്റൂം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെയാണ്. പിന്നെ AC ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ സ്റ്റേ ചെയ്യുന്നതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വലിയ ലക്ഷറി ആയിട്ടുള്ള റൂമുകളൊന്നും നമ്മൾ നോക്കാത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്നിട്ട് രാവിലെ വന്ന് ആദ്യം ചെക്ക് ഇൻ ചെയ്തിട്ട് റൂമിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയതിന് ശേഷമാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴേക്കും ഇവരുടെ ഒരു കാറ്റലോഗ് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉള്ളതെന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. കൺട്രി ബോട്ട്, മാൻഗ്രോവ്സ്, മോട്ടോർ ബോട്ട്, എസ്റ്റുവറി, പിന്നെ ഗോൾഡൻ സാൻഡ് ബീച്ച്, ജീസസ് സ്റ്റാച്ചു, ബേർഡ് സാങ്ച്വറി, ഇത്രയൊക്കെയാണ് ഉള്ളത് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഇതൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും റെഡി ആയിട്ട് പോകാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് തന്നെ ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ലിഫ്റ്റ് വഴി നമ്മൾ താഴേക്ക് പോകുമ്പോൾ ബാക്ക് സൈഡിലായിട്ടാണ് ഇവിടെ ഇത് വരുന്നത്. അപ്പോൾ ഇത് പൂവാറിലേക്ക് വരുന്ന വഴിയിൽ തന്നെ ഫസ്റ്റ് കാണുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇത് മെയിൻ റോഡ് സൈഡിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെ അവൈലബിൾ ആണ്. ഒരു 3 വർഷം മുന്നേ ഞങ്ങളിവിടെ പൂവാറിൽ ഗോഗോ ലാൻഡ് എന്ന് പറയുന്ന റിസോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് റിസോർട്ടാണ് കേട്ടോ. ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്ത സമയമല്ല. ഇവിടെ നമ്മൾ സ്റ്റേ അല്ലല്ലോ. എന്തായാലും നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ബോട്ട് 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 5 പേരാണുള്ളത്. ഞാനും ഹസ്ബൻഡും അച്ഛനും അമ്മയും ആമിയാണുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള സീറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ ഈ പയ്യനാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കന്യാകുമാരിയിൽ പോയപ്പോഴേക്കും ബോട്ടിലിരുന്നപ്പോൾ അവർ ജാക്കറ്റ് ഇടുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞൊന്നും തന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എല്ലാ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. ജാക്കറ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇട്ടിട്ട് 2 ക്ലിപ്പ് ഉണ്ടായിരിക്കും മേലേയും താഴെയിട്ട്, അതൊന്ന് പിടിച്ചിട്ടാൽ മതി കേട്ടോ. ജാക്കറ്റ് ഇല്ലാതെ നമ്മൾ ഇതിനകത്ത് ഇരിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. പിന്നെ വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ ബോട്ടിൽ ഇരുത്തുന്നതും. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ഡേ എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ പോയത് വലിയ ബോട്ടിലായിരുന്നല്ലോ കന്യാകുമാരിയിൽ പോയത്. പക്ഷേ ഇതാണെങ്കിൽ സാധാരണ ഫാമിലി ബോട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി വേറൊരു ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. കായലിലൂടെയുള്ള ബോട്ടിംഗ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റും. മറ്റേത് കടലിലൂടെയാണല്ലോ പോയത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കന്യാകുമാരി ട്രിപ്പൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി. വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് മാൻഗ്രോവ്സിലൂടെയാണ്, അതായത് കണ്ടൽക്കാടുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. മണ്ണൊലിപ്പൊക്കെ തടയാൻ വേണ്ടിയിട്ട് കാടുകൾ ഇങ്ങനെ 2 സൈഡിലായിട്ട് തിങ്ങി നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന അത്തരത്തിലുള്ള കാടുകളെയാണ് കണ്ടൽക്കാടുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ളിലൂടെയുള്ളൊരു യാത്ര എന്ന് പറയുന്നത് അടിപൊളി അനുഭവമാണ് കേട്ടോ. പിന്നെ ബോട്ട് നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഈ നമ്മുടെ ബോട്ടിലിരിക്കുന്ന ഈ പയ്യനാണെങ്കിൽ മലയാളവും തമിഴും സംസാരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ തമിഴും മലയാളവും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നത്, ടൂറിസ്റ്റൊക്കെ. ഇപ്പോൾ ഈ വെക്കേഷൻ സമയമൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ നമ്മളോട് അവർ ഫസ്റ്റിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ തമിഴാണോ മലയാളമാണോ എന്ന്. അപ്പോൾ ഹസ്ബൻഡിന് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തമിഴ് സംസാരിക്കാനായ കാരണം കൊണ്ട് അങ്ങനെ ആ പയ്യൻ
തമിഴിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളോട് മലയാളത്തിലാണ് സംസാരിച്ചത്. ഇപ്പോൾ ഇവിടെ വലിയ വെള്ളം ഇല്ലയെന്നാണ് കേട്ടോ ആ പയ്യൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഒരു വെയിലിൻ്റെ ഒരു സീസൺ ആണല്ലോ, മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കയറും അത്രേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത്രയും സേഫായിട്ടൊന്നും ബോട്ടിൽ പോകാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നിലേക്ക് പോയപ്പോഴേക്കുണ്ട് കരിക്ക് വിൽപ്പന ചെയ്യാൻ വേണ്ടുന്ന ബോട്ടുകളും പിന്നെ അതുപോലെ തന്നെ കൺട്രി ബോട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ വിദേശികളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരിയ്ക്കുന്ന ബോട്ടിനാണ് കൺട്രി ബോട്ട് എന്ന് പറയുന്നത്. അതൊക്കെ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോഴേക്കും ഒരു കൗതുകം കൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തതാണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടി ആയ കാരണം കൊണ്ട് ഒരു വല്ലാത്തൊരു നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബോട്ടിൽ തന്നെ എത്ര സഞ്ചാരികൾക്ക് കയറാൻ പറ്റുമെന്നും റേറ്റിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അതിലുള്ളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് പൂവാർ ബോട്ട് സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ മൊത്തം റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എവിടെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. ഞങ്ങളിപ്പോൾ സ്റ്റേ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ബേർഡ് സാങ്ച്വറി ആണ്. അതായത് വിവിധ തരത്തിലുള്ള പക്ഷികളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ മേൽപ്പാലം കണ്ടോ, മേൽപ്പാലത്തിൽ കൂടി റിസോർട്ടുകളിൽ പോകാനുള്ള വഴിയാണ്. അപ്പോൾ അതുവഴി ആളുകളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. നമുക്ക് നടന്നൊക്കെ പോകാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഓരോ കമ്പനികളുടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഈ സൈഡിലൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോഴേക്കും തന്നെ വേറൊരു തരത്തിലുള്ളൊരു പക്ഷിയെ കണ്ടു. ഇവിടെയൊക്കെ പലതരത്തിലുള്ള ദേശാടന പക്ഷികളാണ് വരുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. പ്രത്യേകിച്ച് കായലായ കാരണം കൊണ്ട് നമ്മൾ എപ്പോഴും ഒരുപോലത്തെ പക്ഷികളെ അല്ല കാണുന്നത്. ഒരുപാട് വിവിധ തരത്തിലുള്ള പല നിറത്തിലുള്ള പല രൂപത്തിലുള്ള പക്ഷികളെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതൊക്കെ തന്നെ നീർക്കാക്കയുടെ ഇനത്തിൽ പെടുന്നതാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. പക്ഷെ എന്തായാലും ഇത് കണ്ടപ്പോഴേക്കും ഒരു കൗതുകം തോന്നിയായിരുന്നു. അതിൻ്റെ കഴുത്തൊക്കെ ഇങ്ങനെ നീട്ടിയിട്ട് ചെയ്യുന്നത് കണ്ടോ, അത് കണ്ടപ്പോഴേക്കും ഒരു ഭയങ്കര രസം തോന്നി. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെയും മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ഒരു 10-11 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വെയിലൊന്നും ഇല്ല. ഇതേ നോക്കിയേ, വേറൊരാൾ ഇവിടെ വെള്ളത്തിൽ മീനിനെ പിടിച്ച് വിഴുങ്ങിയിട്ട് ഇറക്കാനും ഒന്നും വയ്യാത്തൊരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. അതിൻ്റെ കൊക്കിൽ ഒതുക്കി വെക്കാനായിട്ട് അത് ശ്രമിക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ 1-2 പേരൊക്കെ മരച്ചില്ലയിലൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ പോരുന്ന വഴിയിൽ തന്നെ ഇഷ്ടംപോലെ ബോട്ടുകളൊക്കെ കാണാൻ പറ്റും. ഓരോ റിസോർട്ടിൻ്റെ പ്രൈവറ്റ് റിസോർട്ടുകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കീഴിലുള്ള ബോട്ടുകളൊക്കെയാണ്. ഓരോരുത്തർക്കും ഓരോ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ പൂവാർ ഐലൻഡിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ശരിക്കും ഞാനൊക്കെ ആണെങ്കിൽ TV-യിലും സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. നേരിട്ട് കണ്ടപ്പോഴത്തേക്കും ശരിക്കും പൊളിച്ച് നിന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും മനോഹരമായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന തെങ്ങിൻ തോപ്പുകളൊക്കെ കോക്കനട്ട് ഗ്രോവ്സ് ആണ്. തെങ്ങിൻ തോപ്പുകളുണ്ടല്ലോ, അതാണ്. തെങ്ങുകളൊക്കെ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്ന കാണാനും ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ജീസസ് സ്റ്റാച്യൂയിലേക്കാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഇത് ഈ കണ്ടോ, ഈ ഒരു പാലം കാണുന്നില്ലേ, ഇതാണെങ്കിൽ പാലത്തിനപ്പുറത്തേക്ക് തമിഴ്നാട് ബോർഡർ സ്റ്റാർട്ടാവുമെന്നാണ് ആ പയ്യൻ പറഞ്ഞത്. നമ്മൾ നിൽക്കുന്ന ഈ ബോട്ടിൻ്റെ ഇപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത്, ബോട്ട് നിൽക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് കേരളവും തൊട്ടപ്പുറത്ത് തമിഴ്നാട് തുടങ്ങുമെന്നാണ് കേട്ടോ പറഞ്ഞത്. ശരിക്കും നമ്മളൊരു ബോർഡർ സൈഡിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു റൂട്ടും തിരിച്ച് വരുമ്പോൾ വേറൊരു റൂട്ട് വഴിയാണ് വരുന്നത്. പിന്നെ മാത്രമല്ല വൈകുന്നേരത്തെ നമ്മുടെ ഈവനിങ് ടൈമിൽ നമ്മൾ പോകുന്നത് വേറെ വഴിയായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ജീസസ് സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ജീസസ് സ്റ്റാച്യൂ. ഇവിടെ ഒരു ജീസസിൻ്റെ സ്റ്റാച്യൂ ഒക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരികെ വരുവാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഈ വീടുകൾ പോലെ ഇരിക്കുന്നുണ്ടോ, ഓടിട്ട കെട്ടിടങ്ങൾ, ഇതൊക്കെ ഫ്ലോട്ടിംഗ് ഹൗസുകളാണ്. ഇതിങ്ങനെ വെള്ളത്തിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. അതായത് 1 ഡേ ഫുള്ളായിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും.
നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ അത്യാവശ്യം റേറ്റ് കൂടുതലായിരിക്കും എന്ന് തോന്നുന്നു. ഞങ്ങൾ പോയ സമയത്ത് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഡേ ഫുള്ളും അതായത് നൈറ്റും ഒക്കെ നമുക്ക് അവിടെ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വരുന്നത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്കാണ്. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ എത്തുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഇതാണെങ്കിൽ എലിഫൻറ്റ് റോക്കാണ്. അതായത് എലിഫൻറ്റിൻ്റെ രൂപത്തിലുള്ള ഒരു പാറയാണ് അത്ര. ഇതാണെങ്കിൽ ആരും ഈ ഒരു ഷേപ്പിൽ ഈ പാറ കൊത്തിയെടുത്തതല്ല. അത് അങ്ങനെ തന്നെ ആ ഒരു രൂപത്തിൽ ഇങ്ങനെ വന്നതാണെന്നാണ് പറയപ്പെടുന്നതെന്ന് ആണ് ആ പുള്ളി പറഞ്ഞത്. പിന്നെ മാത്രമല്ല, ഇത് ഈ പാറയുടെ ഷേപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ആന ഇങ്ങനെ കിടക്കുന്ന ഉറങ്ങുന്ന ഒരു രൂപത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ആണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. എലിഫൻറ്റ് റോക്ക് എന്ന് പറയും. അതിന് ചുറ്റുമായിട്ട് കുറേ കഴുകന്മാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ തൊട്ടടുത്തുകൂടി തന്നെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് MSCയുടെ ബോട്ട് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഏഷ്യയിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് കപ്പലെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ഭയങ്കര ഒരു അത്ഭുതം തോന്നി. ഞങ്ങൾക്കത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഒരുപാട് ദൂരത്തേക്കാണ് അത് നിൽക്കുന്നത്. ഞാൻ സൂം ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. നമുക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു കാര്യത്തിലാണ് ഞങ്ങൾക്ക് ചെറിയൊരു അമളി പറ്റിയത്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറയാം. പിന്നെ ഈ സൈഡിൽ കാണുന്നില്ലേ, ഇതാണ് ഇവിടുത്തെ ഗോൾഡൻ സാൻഡ് ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വൈകുന്നേരമാണ് വരാനായിട്ട് പോകുന്നത്. ഈ സമയത്ത് നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ വരുന്നില്ല. അപ്പോൾ ഇത് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ കായലിനുള്ളിൽ തന്നെ ഈ റെസ്റ്റോറൻറ്റുകൾ കാണപ്പെടും. അതായത് നമുക്കിങ്ങനെ ഈ റെസ്റ്റോറൻറ്റിനുള്ളിൽ കയറി ഇരുന്നിട്ട് നമുക്ക് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് ഒരു ഐഡിയ ഇല്ലാതെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങളോട് ഈ പയ്യൻ പറഞ്ഞത് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ആദ്യമായിട്ട് വരുന്നതുമല്ലേ, നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തുമില്ല, ആരോടും അന്വേഷിച്ചതുമില്ല. അപ്പോൾ ഞങ്ങളാണെങ്കിൽ നേരെ വന്നിട്ട് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് എല്ലാ ഫുഡിനും. ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ടേസ്റ്റ് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല. അവരതിന് പറഞ്ഞൊരു റീസൺ എന്ന് പറയുന്നത് അത് ഫ്രഷായിട്ട് പിടിക്കുന്ന മീനായതുകൊണ്ടാണെന്നാണ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയും പേര് ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ ഏകദേശം 6000 രൂപയോളം ആയിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കോസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൂർ പ്ലാൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ പോയിട്ട്, നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലുണ്ടല്ലോ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാമായിരുന്നു. ഇല്ലെങ്കിൽ പുറത്ത് ഹോട്ടലിൽ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അമളി പറ്റിപ്പോയി. പക്ഷേ ചോറൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലത്തെ ചോറൊന്നും അല്ല, എന്താണ് ചെന്നൈയിലൊക്കെ കിട്ടുന്ന ചോറില്ലേ, പൊന്നി റൈസിൻ്റെ ചോറാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പ്രോൺ റോസ്റ്റിന് തന്നെ വരുന്ന റേറ്റ് 1200 ആണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. പക്ഷേ ഇവരുടെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മളോട് ഫസ്റ്റിലെ റേറ്റൊന്നും പറയത്തില്ല കേട്ടോ. നമ്മളടുത്ത് നമുക്കിങ്ങനെ ജസ്റ്റ് മെനു കാർഡ് കാണിച്ചു തരും. നമ്മളോട് പലതും ഓർഡർ ചെയ്യാനായിട്ട് അവർ തന്നെ നിർബന്ധിക്കും. നമ്മളങ്ങനെ എല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അവസാനം ബില്ല് കൊടുക്കുന്ന സമയത്താണ് അറിയുന്നത് റേറ്റ് ഇത്രയൊക്കെ ആയല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയായിരുന്നു. പിന്നെ കറികളൊന്നും അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അത്ര പോലും ടേസ്റ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കണവയും കൊഞ്ചും ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെമ്മീൻ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ കണവയുടെ കറിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ കരിമീൻ പൊള്ളിച്ചത്. കരിമീനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് പുറത്തുനിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ ഇത്രയും റേറ്റ് വരത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സൈറ്റ് സീയും അതുപോലെ ഒരു ഹോട്ടലിൽ പോയി ഇരുന്ന് കഴിക്കുന്നൊരു ഫീലല്ലോ. അവരതിന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ ഈ ബോട്ട് ഓടിക്കുന്ന പയ്യനോട് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ പുള്ളി ഞങ്ങളോട് പറഞ്ഞത് അതിങ്ങനെ ഫ്ലോട്ടിംഗ് ബോട്ട് ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത് അത്രേ. എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ. പക്ഷേ അത്ര ഭയങ്കര നല്ല ഫുഡൊന്നും കിട്ടത്തില്ല, അത് എന്തായാലും 100% ഉറപ്പാണ്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലതായിട്ട് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കഴിച്ചോളൂ. അത് മാത്രം ഒഴിവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ഏകദേശം
ഏകദേശം ഒരു 10K പുറത്തായിട്ടുണ്ട് ഞങ്ങളുടെ ബഡ്ജറ്റ്. അപ്പോൾ അതൊരിക്കലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ആ ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം വന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാർഗെയിൻ ചെയ്യാമായിരുന്നു തോന്നുന്നു, പക്ഷെ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ആണ് ബോട്ടിലേക്ക് പോകാനായിട്ട് പോകുന്നത് കേട്ടോ. ശരിക്കും നമുക്ക് ബോറടിക്കാനായിട്ട് തുടങ്ങിയായിരുന്നേ. കാരണം നമ്മൾ ഓൾറെഡി ഒരു തവണ പോയിട്ട് വന്നപ്പോഴേക്കും പിന്നെ ഉച്ചയ്ക്ക് പോയി റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടാമത് കയറിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ പോയ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും പിന്നെ എനിക്ക് തോന്നിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈവനിങ് ടൈമായി. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി. എനിക്കാണെങ്കിൽ ഈ ബഡ്ജറ്റ് ഇങ്ങനെ കുറച്ച് കൂടിയത് കൊണ്ടുള്ളൊരു പ്രശ്നവും അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് അങ്ങനെ നിൽക്കണമെന്നൊന്നും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ നേരത്തെ ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. ഗോൾഡൻ സാൻഡ് ബീച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സൈറ്റ് സീയിങ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വൈകുന്നേരം സമയത്ത് വന്നാൽ കുറച്ച് വെയിലൊക്കെ കുറയുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വൈകുന്നേരം വരാമെന്ന് വിചാരിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ രാവിലെ തന്നെ ആ ഒരു 2 hours ആ ഒരു ഇതിൽ കവർ ചെയ്ത് വിട്ടേനെ. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇപ്പം വൈകുന്നേരത്തേക്ക് വന്നത്. പിന്നെ ഇവിടെ ബീച്ചിലാണെന്നുണ്ടെങ്കിൽ കയറൊക്കെ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുവാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. കാരണം തിരമാല എപ്പോൾ വേണമെങ്കിലും അടിച്ച് മേലോട്ട് കയറാമെന്ന് പറഞ്ഞു കേട്ടോ. ഒരുപാട് പേര് ഈ കയറിന് അപ്പുറത്തൊക്കെ ഇറങ്ങാനായിട്ട് ശ്രമിച്ചു, പക്ഷേ എല്ലായിടത്തും കോസ്റ്റൽ ഗാർഡുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ വഴക്കൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഡേഞ്ചർ ഏരിയയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയും കുറേ പേര് ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാതെ ടീനേജ് കുട്ടികളൊക്കെ അങ്ങോട്ടൊക്കെ പോയി നിന്ന് അവരെയൊക്കെ പറഞ്ഞു വിട്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊന്നും നിൽക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ 100% അവർ നോക്കുന്നുണ്ട്. അങ്ങനെ അപകട സാധ്യതകളൊക്കെ അവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതൊക്കെ. പിന്നെ കുറച്ച് നേരം ഞങ്ങളിവിടെ നിന്നു. പിന്നെ കുറച്ച് നേരം തിരമാലയൊക്കെ കണ്ട് കടലൊക്കെ ഒന്ന് നോക്കിയിട്ട്, എനിക്കാണെങ്കിൽ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ കാല് നനയ്ക്കുന്നതേ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഞാൻ ഏത് ബീച്ചിൽ പോയാലും അങ്ങനെ കാല് നനയ്ക്കാറില്ല. ഹസ്ബൻഡും ആമിയൊക്കെ ആണെങ്കിൽ കടലിലൊക്കെ ഇറങ്ങും, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും എന്തായാലും ഉള്ളിലേക്ക് ഇറങ്ങാനോ കാല് നനയ്ക്കാനോ ഒന്നിനും പറ്റിയില്ല കേട്ടോ. പുറത്ത് ഇങ്ങനെ ഈ ഒരു കയറ് കെട്ടിക്കുന്നതിൻ്റെ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കണ്ടതേ ഉള്ളൂ, അല്ലാതെ ഒന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇതിനിടയിൽ തന്നെ വള്ളത്തിലിങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന കാഴ്ചയൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം സമയത്ത് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ നിന്നിട്ട് ചായ കുടിക്കാനായിട്ട് നല്ലപോലെ നിർബന്ധിച്ചായിരുന്നു കേട്ടോ ഞങ്ങളെ. പക്ഷേ നമ്മുടെ ആ ഒരു ബോട്ടിലെ ഡ്രൈവർ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഞങ്ങൾ ചായ കുടിച്ചോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കാരണം ആദ്യം ഒരു അബദ്ധം പറ്റിയതുകൊണ്ട്. അപ്പോൾ ചായക്കൊന്നും അത്ര റേറ്റ് കാണത്തില്ലെന്നാണ് പറഞ്ഞത് ആ പയ്യൻ. പക്ഷേ എന്നാലും ഞങ്ങൾക്കൊരു റിസ്ക് എടുക്കാൻ ഇനി വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ പുറത്തു പോയി പോകുന്ന വഴിയിൽ ചായ കുടിച്ചോളാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ഒട്ടക സവാരി നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിനും ആമിക്കും ഒരു ആഗ്രഹം. ഫസ്റ്റ് ടൈമാണ് അവരിങ്ങനെ കയറുന്നത്. ഞാനും കയറിയിട്ടൊന്നുമില്ല, ഞാനും കുതിരപ്പുറത്ത് പോലും കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളാരും കയറിയിട്ടില്ല. അപ്പോൾ എന്നോട് കയറാൻ പറഞ്ഞു. എനിക്ക് വയ്യാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഹസ്ബൻഡ് തന്നെയാണ് കയറിയത്. നല്ല ബാക്ക് പെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ജസ്റ്റ് സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ കയറി കണ്ടു. ഒരു റൗണ്ടാണ് അടിച്ചത്. 100 രൂപയാണ് പെർ ഹെഡ്. 2 പേർക്ക് 200 രൂപയാണ് മേടിച്ചത്. അങ്ങനെ പിന്നെ ക്യാമൽ സവാരിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ തിരികെ പോരുവാണ്. അപ്പോൾ വരുന്ന വഴിയിൽ തന്നെ സൺസെറ്റിൻ്റെ ഒരു സമയമായിട്ടുണ്ട്. ഞങ്ങൾക്ക് സൺസെറ്റൊന്നും നേരെ കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ മെയിനായിട്ട് വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്കാണെങ്കിൽ നല്ലതായിട്ട് മഴക്കോളം ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം സമയമായപ്പോഴേക്കും നന്നായിട്ട് മഴച്ചാറ്റിലൊക്കെ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോട്ട് കരയ്ക്കടുപ്പിക്കണമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ മാത്രമേ ഞങ്ങൾക്ക് വൈകുന്നേരം തന്നുള്ളൂ. രാവിലെയും 1 hour ആയിരുന്നു കേട്ടോ. രണ്ടും കൂടി ചേർത്തിട്ട് 2 hours അവരുടെ ഒരു ടൈം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ നേരെ കൊണ്ടുവന്ന്
ഈ ഹോട്ടലിൻ്റെ ഇവിടുത്തെ കരയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പൂവാർ ബോട്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിവിടെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫുഡിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നല്ലൊരു അനുഭവമായിരിക്കും. കായലിലൂടെയുള്ളൊരു യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതിയോട് ഇഷ്ടമുള്ളവർക്കും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.